ഇന്ത്യയിൽ മേൽജാതി എന്ന ഒറ്റ കാരണം കൊണ്ട് അധികാരം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിൽ കേന്ദ്രീകരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെതിരെ ഇടതുപക്ഷത്തിന് സവർണ സ്വത്വബോധം അതിന്റെ ഭാഗമായ അധികാര രാഷ്ട്രീയം നിലനിൽക്കുന്നേ എന്ന യാതൊരു പരാതിയുമില്ല. എന്നാൽ ഇതേ സ്ഥാനത്ത് ഞങ്ങൾക്കും കൂടെ അധികാരത്തിൽ പങ്കാളിത്തം ആവശ്യമുണ്ട് എന്ന് മറ്റൊരു സമൂഹം പറയാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഉടനെ ഇടതുപക്ഷം ആ ഒരു പ്രത്യേകമായ കരച്ചിലും കൊണ്ട് പ്രത്യക്ഷപ്പെടും. സ്വത്വവാദം പറയുന്നേ എന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ വളരെ കൃത്യവും പ്രത്യക്ഷത്തിലുള്ളതുമായ പരോക്ഷ സവർണ സ്വത്വബോധത്തെ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യയിലെ സാഹചര്യം? നമുക്ക് നമ്മുടെ അധികാരവുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനത്തെ ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കഴിഞ്ഞ 5 വർഷം, അതായത് 2018 മുതൽ 2023 വരെയുള്ള 5 വർഷത്തിനിടയിൽ 661 പുതിയ ജഡ്ജിമാർ നിയമിക്കപ്പെട്ടു. അതിൽ ആലോചിക്കണം, 499 പേർ സവർണ സമൂഹങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു. അതിൽ തന്നെ 35 മുതൽ 40% വരെ ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരൊറ്റ സമുദായത്തിൽ നിന്ന് മാത്രമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനുള്ള കാരണങ്ങൾ തെരഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാടൊക്കെ ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അധികാരം ഉന്നത ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതികളിലേക്കൊക്കെയുള്ള ജഡ്ജികളുടെ തീരുമാനങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊളീജിയം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. അവിടെ എന്താണ്, ആരുടെയാണ് പ്രസൻസ് ഉള്ളത് എന്നുള്ളിടത്താണ് അതിൻ്റെ ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരവൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഓൺലൈൻ പോർട്ടൽ മുന്നോട്ട് വെച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുൻപ് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ പിതാവ് YV ചന്ദ്രചൂഡ്, അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. YV ചന്ദ്രചൂഡ് മുംബൈ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ജഡ്ജിമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു എന്നാണ് കാരവൻ പറയുന്നത്. എന്നാൽ രസകരമായ കാര്യം, ആ ലിസ്റ്റിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മുംബൈ ഹൈക്കോടതിയിലെ ബ്രാഹ്മണരായ ജഡ്ജിമാരുടെ ഒരു ലിസ്റ്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ ജുഡീഷ്യറി എന്തുകൊണ്ടാണ് ബ്രാഹ്മണിക്കൽ ആയി നിലനിൽക്കുന്നത്, ഇന്നും അത് തുടർന്നു പോരുന്നത് എന്ന്. എന്നാൽ ഇതിലൊന്നും ഇടതുപക്ഷത്തിന് യാതൊരു പ്രത്യേകമായ പരാതിയോ അനീതിയോ ഒന്നും അവർക്ക് ഫീൽ ചെയ്യുന്നതേയില്ല. എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സർക്കാരുകളുടെ കാര്യം ആലോചിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഡാറ്റ വെച്ച് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കേവലം ഒരു 12-13% മാത്രം വരുന്ന കേരളത്തിലെ ഒരു സമുദായം, ഒരു സമൂഹം, അവരിൽ നിന്ന് നിയർലി 125ഓളം മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവർണറിൽ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിന് അതിന്റെ പകുതിയിൽ താഴെ മാത്രമേ മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പട്ടികജാതി പട്ടികവർഗങ്ങളുടെയൊക്കെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മളിപ്പം ഇന്നത്തെ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അവിടെ ഇപ്പൊ ജയിച്ച വിജയ്, അയാൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഒന്നും പിൻബലമില്ല. എങ്കിൽ പോലും അയാൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, 24ഓളം ദളിതരെ വിജയ് ജനറൽ സീറ്റുകളിൽ മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഏറ്റവും വിവാദം നിറഞ്ഞ ഏറ്റവും വർഗീയമായിട്ടുള്ള ചേരിതിരിവുകളൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അയോധ്യ ഉൾപ്പെട്ട മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി പോലൊരു പ്രസ്ഥാനം അവിടെ ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ചത് ഒരു ദളിതനെയാണ്, സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ. ആ വ്യക്തി അവിടെ വിജയിച്ച് കയറുകയും ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇടതുപക്ഷത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഇന്നും ഇടതുപക്ഷത്തിന് തങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും സമുന്നത നേതാക്കളായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള K രാധാകൃഷ്ണനെയോ AK ബാലനെയോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെങ്കിൽ അവർ ആദ്യം അന്വേഷിക്കുന്നത് ഏത് റിസർവേഷൻ സീറ്റ് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ഇത്രയും ഉന്നതരായിട്ട് പോലും അവരെ ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ജനറൽ സീറ്റിൽ അവർ അർഹരാണ് എന്നൊരു ചിന്ത പോലും ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന എല്ലാവിധ പ്രശ്നങ്ങളും കിടക്കുന്നത് എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു രസകരമായ കാര്യം കൂടിയുണ്ട് ഈ വിഷയത്തിൽ. കാരണം ലിംഗസമത്വം നമ്മുടെ പാർട്ടിയിലില്ല, പ്രസ്ഥാനത്തിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും CPM-ന്റെ അടക്കം വനിതാ നേതാക്കൾ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരത് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ജാതിയെ തൊട്ടുള്ള വാദങ്ങൾ മാത്രമല്ല സ്വത്വവാദം എന്ന് പറയുന്നത്. ലിംഗത്തെ മുൻനിർത്തി
പിന്നെ അതുപോലെ ഭാഷയെ മുൻനിർത്തി ഒക്കെയുള്ള അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ പറയുന്ന സ്വത്വവാദമാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ വലിയ ഭാഷാ സ്വത്വവാദികളാണ്. ലിംഗസമത്വം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് ലിംഗത്തെ മുൻനിർത്തിയിട്ടുള്ള സ്വത്വവാദമാണ്. എന്നാൽ ഇവിടെ ഒന്നും ഇടതുപക്ഷത്തിന് പരാജയമില്ല, പരാതിയില്ല. എന്നാൽ ജാതിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യർ അവരുടെ ഏറ്റവും വലിയ സാമൂഹ്യ യാഥാർത്ഥ്യമായ ജാതിയെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ മാത്രം അയ്യോ ദേ സ്വത്വവാദം പറയുന്നേ എന്ന രോദനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. എവിടെയാണ് ഇടതുപക്ഷത്തിന് CPM-ന് പിഴച്ചത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാർക്സിയൻ വർഗവീക്ഷണത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെ യഥാർത്ഥത്തിൽ ജാതിക്കെതിരെ, വർണ്ണത്തിനെതിരെ ഉള്ള പോരാട്ടം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞില്ല എന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മാർക്സിന്റെ ഏറ്റവും പ്രശസ്തമായ കോൺട്രിബ്യൂഷനായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാചകം ലോക പ്രസിദ്ധമാണ്. അതായത് നാളിതുവരെ നിലനിന്ന എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. ഇതാണ് ആ പ്രശസ്തമായ ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാചകം. എന്നാൽ രണ്ടാമത്തെ വാചകത്തിൽ കൃത്യമായി അതേതൊക്കെ വർഗങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ചും മാർക്സ് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ജന്മിമാരും അടിയാന്മാരും എന്ന് കൃത്യമായി അടയാളപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഇടതുപക്ഷം വേണ്ട വിധത്തിൽ വിലയിരുത്തിയില്ല, മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം. ഇവിടുത്തെ ജന്മിമാരുടെയും അടിയാളന്മാരുടെയും വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചത് ജാതിയായിരുന്നു എല്ലാ കാലത്തും എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് കടന്നാൽ മാർക്സ് അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ മൂലധനം എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കറുത്തവന്റെ തൊലിക്ക് അടിമത്തം കൽപ്പിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിക്ക് മാത്രമായി അധ്വാനത്തിന്റെ വിമോചനം സാധ്യമാകില്ല. അത് നടന്നാൽ മാത്രമേ അവിടുത്തെ മോചനം, അവിടുത്തെ അടിമത്തം നിഷേധിക്കപ്പെടുന്ന കാലത്ത് മാത്രമേ, ഇല്ലാതാക്കപ്പെടുന്ന കാലത്ത് മാത്രമേ അധ്വാനത്തിന്റെ വിമോചനം സാധ്യമാകൂ എന്ന് അദ്ദേഹം മൂലധനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം എത്തനോളജിക്കൽ നോട്ട്ബുക്സ് എന്ന മറ്റൊരു വളരെ വിഖ്യാതമായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ട്. അത് അദ്ദേഹത്തിന്റെ കുറിപ്പുകളും പ്രസംഗങ്ങളും ഒക്കെ ചേർന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, അധ്വാനത്തെ വലയം ചെയ്യുന്ന ഒന്നായി വർണ്ണം നിലനിൽക്കുന്നു. അതങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം അധ്വാനത്തിന്റെ വിമോചനം സാധ്യമേയല്ല. ഇതിനും വളരെ വ്യക്തമായി എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഇടതുപക്ഷത്തിന് കിട്ടേണ്ടത്. എന്നാൽ ഇന്ത്യയിലെ ഇടതുപക്ഷം, അതിൻ്റെ നേതൃത്വം കൃത്യമായി ഇക്കാര്യത്തെ അവഗണിക്കുകയും ഇതിനെ തലകീഴായി വായിക്കുകയും അത് നടക്കേണ്ടതില്ല, വർഗസമരം നടന്നാൽ മതി, അതിൻ്റെ കൂട്ടത്തിൽ ബോണസായിട്ട് ജാതിവിരുദ്ധ നിലപാടുകളും പോരാട്ടവും ഒക്കെ ശക്തിപ്പെട്ടുകൊള്ളും എന്ന ഒരുതരം തലതിരിഞ്ഞ വായന, അതായത് മാർക്സിയൻ ആശയത്തിന്റെ വായിൽ തങ്ങളുടെ പടം തിരികെ കൊടുത്ത് അങ്ങനെ ഒരു ഇടപെടലാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഇവിടെ നടത്തിയത്. മാർക്സിനെ ഇത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ചും വായിച്ചും ശീലിച്ചത് കൊണ്ട് തന്നെ നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായി ഇവിടെ വേരൂന്നിയ ഒരു നവോത്ഥാന ചിന്തയെ, അതിന്റെ പിന്തുടർച്ചയായി ഇടതുപക്ഷം നടത്തേണ്ടിയിരുന്ന നവോത്ഥാന പോരാട്ടങ്ങളെ ഇടത് നേതൃത്വം ചവറ്റുകുട്ടയിലെറിഞ്ഞ അവസ്ഥയുണ്ടായി. തുടർന്ന് പിൽക്കാലത്താകട്ടെ പ്രകാശ് കാരാട്ടിനെ പോലുള്ളവർ വന്നിട്ട് വളരെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ പല ചിന്തകളും കൃത്യമായി പരോക്ഷ സവർണ സ്വത്വബോധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തന്റെ ചിന്തകൾ അവതരിപ്പിച്ചു. അത് പാർട്ടികളിൽ സ്റ്റഡി ക്ലാസ്സുകളായും മറ്റു യോഗങ്ങളിലും മറ്റു പ്രബന്ധങ്ങളിലും ഒക്കെ അത് ആ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിന്റെ ഇരകളായി ഇതാണ് ശരി എന്ന് തെറ്റിദ്ധരിച്ചു പോയവരിൽ നമ്മുടെ പിണറായി വിജയനുണ്ട്, ശൈലജ ടീച്ചറും MV ഗോവിന്ദനും മുതൽ ഇവിടെ പാർട്ടിയുടെ പ്രഖ്യാപിതരും അപ്രഖ്യാപിതരുമായിട്ടുള്ള ആശയ വിദഗ്ധന്മാരും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഇതുപോലെ കൃത്യമായ സവർണ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമായി ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോയപ്പോൾ സംഭവിച്ച പിഴവ് നമ്മൾ പലപ്പോഴും വിചാരിക്കും സവർണത എന്ന് പറയുന്ന വാക്ക് സവർണരിൽ മാത്രം കുടിയേറുന്നതാണ്, നിലനിൽക്കുന്നതാണ് എന്ന്. അങ്ങനെയല്ല, ഇത് അവർണരിലും നിലനിൽക്കുന്ന ഒരു മനോഭാവത്തെയാണ് യഥാർത്ഥത്തിൽ സവർണത എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ, സംഭവിക്കേണ്ട മാറ്റങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണെന്ന് ശൈലജ ടീച്ചറൊക്കെ പറയുന്നത് പോലെ അങ്ങനെയല്ല എന്ന് അവരുടെ എങ്ങനെ പറഞ്ഞു കൊടുത്താലും അത്തരം വ്യാഖ്യാനങ്ങൾ അവരിലേക്ക് എത്തുന്നതിന് വിഘാതമായി നിൽക്കുന്നത്
ഈ സ്റ്റഡി ക്ലാസ് മെറ്റീരിയലുകളാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അത്തരം ചിന്തകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഇടതുപക്ഷത്തിനു വേണ്ടി പിണറായി സർക്കാർ മുന്നാക്ക സംവരണം ഈ കേരളത്തിൽ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി. അപ്പൊ അതിന്റെ പുറകിലുള്ള അനീതി എന്താണെന്ന്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല റിസർവേഷൻ അല്ലെങ്കിൽ സംവരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് ആ തിരിച്ചറിവില്ലാതെ പോയതുകൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ ഒരു പാളിച്ചയായിരുന്നു അത്. സവർണരിലെ സമ്പത്തില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നടപ്പിലാക്കപ്പെടേണ്ടത് സാമ്പത്തികമായ സഹായ പദ്ധതികളാണ് എന്ന കേവലമായ ഒരു യാഥാർത്ഥ്യത്തെ, സാമ്പത്തികമായ യാഥാർത്ഥ്യത്തെ, സാമൂഹികമായ അംഗീകാരമില്ലായ്മയെയും തിരസ്കരണത്തെയും മറികടക്കാൻ വേണ്ടി ഭരണഘടന വിഭാവനം ചെയ്ത ഒരു മൂവ്മെന്റിനെ വേറെ തരത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അവതരിപ്പിച്ച ഇടത്തൊക്കെ കൃത്യമായി അവർണ ജനത ഇടതുപക്ഷത്തോട് എതിര് നിൽക്കാനായിട്ടുള്ള കാരണങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മുന്നാക്കക്കാർക്ക് അവരുടെ സംവരണത്തിന് വേണ്ടി റോഡിലിറങ്ങിയൊന്നും സമരം ചെയ്യേണ്ടി വന്നില്ല. എന്നാൽ അതായിരുന്നില്ല ഇവിടുത്തെ അവർണ ജനവിഭാഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. വഴി നടക്കാനും അമ്പലത്തിൽ കടക്കാനും ഒക്കെയുള്ള സമരങ്ങളിലൊക്കെ അപ്പുറത്ത് ഒരു സ്വന്തമായ വീടിന് വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി തന്നെ മനുഷ്യർ ചെയ്ത നിൽപ്പ് സമരങ്ങളെ കുറിച്ച് പോലും നമുക്കറിയാവുന്നതാണ് ചരിത്രം. പക്ഷെ അവരോട് എന്ത് നീതി കാണിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ദളിതരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ ഭൂപരിഷ്കരണ നിയമമൊക്കെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരികയുണ്ടായി. ആത്യന്തികമായി അവർക്കതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടായോ? പാട്ടഭൂമിയൊന്നും സ്വന്തമായിട്ടില്ലാതിരുന്ന മനുഷ്യരാണ്. അവർക്ക് കുടികിടപ്പ് അവകാശം കിട്ടിയെന്നതിൻ്റെ അപ്പുറത്ത് എന്താണ് സംഭവിച്ചത്? അപ്പൊ അവർക്ക് ചെയ്തു കൊടുത്ത, ഇടതുപക്ഷം ചെയ്തു കൊടുത്തത് ഒരു പട്ടികജാതി കോളനികൾ എന്ന പേരിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി അവരെ താമസിക്കാൻ വിട്ടു. ഇപ്പോ 30,000 കോളനികളാണ്, 30,000 പട്ടികജാതി കോളനികൾ ഇന്നും ഈ പുരോഗമന കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു, 30,000 കോളനികൾ. നമ്മുടെ പുതിയ പിണറായി സർക്കാർ അതൊക്കെ മാറ്റിയിട്ട്, കോളനികൾ മാറ്റിയിട്ട് ഫ്ളാറ്റുകൾ കെട്ടിക്കൊടുത്തു. ഇപ്പൊ എന്താണ് ഉണ്ടായ മാറ്റം? ആത്യന്തികമായി ബസ്സുകാർക്ക് വന്നിട്ട് വണ്ടി നിർത്തുമ്പോൾ പിന്നെ കോളനിപ്പടി എന്നൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്നതിന് പകരം ഫ്ളാറ്റുംപടി എന്ന് വിളിച്ചു പറയാൻ ഒരു സംഗതി കിട്ടിയെന്നതിന്റെ അപ്പുറത്ത്, കാരണം ഞാനത് പറയുന്നതിന്റെ കാരണം, ഈ ഫ്ളാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഒരു ബാങ്കിൽ പണയം വെക്കാൻ പോലുമുള്ള ഒരു സാധ്യതയില്ല. മനസ്സിലായില്ലേ? ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല ഈ ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പൊ അത് വേണമെന്ന് തോന്നാത്ത തരത്തിൽ, ഇവർക്കിത് മതി എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ ഒരു ഇടതുപക്ഷം പോലൊരു പ്രസ്ഥാനത്തിന്റെ ചിന്തകൾ വളരെ സങ്കുചിതമായ രീതിയിൽ ആ ജനതയോട് കാണിക്കുന്ന മനോഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ദളിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവർണരെ മൊത്തത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി നടന്നിട്ടുള്ള ഒരു വിപ്ലവം നടത്തിയത്, നമ്മൾ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വിപ്ലവങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ഇവിടുത്തെ വലിയൊരു വിപ്ലവം നടത്തിയത് കാറ്ററിംഗുകാരാണ്. അതായത് ഈ കാറ്ററിംഗുകാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ സംഭവിച്ചൊരു ഗുണം എന്ന് പറയുന്നത്, അവർണരുടെ വീടുകളിലൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പരിപാടികളിലൊക്കെ നടക്കുന്ന സദ്യയിൽ മറ്റ് ഉന്നത കുലജാതരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കാരണം കാറ്ററിംഗുകാരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ മറ്റ് തരത്തിലുള്ള എന്താ പറയുക, അവർണമായ ഭക്ഷണം കഴിക്കേണ്ട ഗതികേടില്ല. ഇത് നമ്മുടെ കേരളം കാണുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഒരു വീഡിയോ ഓർമ്മ വരികയാണ്. എങ്ങനെയാണ് ജാതി എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന കൃത്യമായ 2 വീഡിയോസ് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്ന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ആണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം അദ്ദേഹത്തെ അഭിമുഖം ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം ആദ്യം റിസർവേഷൻ പാടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ ആദ്യം നമ്പൂതിരി എന്ന വാക്ക് അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നില്ല, പഴയിടം മോഹനൻ എന്നാണ് പേര് വെച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം പഴയിടം മോഹനൻ നമ്പൂതിരി എന്ന് പേരാക്കുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നത്, അതിനുശേഷം എനിക്ക് കുറച്ചുകൂടെ ആളുകൾക്ക് അത് താല്പര്യപ്പെട്ടു, കുറച്ചുകൂടെ സാമൂഹികമായ അംഗീകാരം ഉണ്ടായി, പണി നന്നായി, തൊഴിലൊക്കെ അഭിവൃദ്ധിപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്ന കാര്യം, കേവലം ഒരു വാല് വെച്ചപ്പോൾ, കൂട്ടത്തിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ സാമൂഹ്യ അംഗീകാരം ഉണ്ടല്ലോ, ഇതാണ് നൂറ്റാണ്ടുകളായി ഒരു വർണ്ണത്തെ ആസ്പദമാക്കി നടത്തിയ കൊള്ളയുടെയും ചൂഷണത്തിന്റെയും ഒക്കെ ഫലമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാമൂഹ്യ അംഗീകാരത്തിന്റെ റിഫ്ലക്ഷനാണ് അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട സാമൂഹ്യ അംഗീകാരം. അതില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. നമ്മൾ തറവാട് എന്ന് പറഞ്ഞിട്ട് നൊസ്റ്റാൾജിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. ഈ അവർണരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തറവാട് എന്നൊക്കെ പറയുന്നത് ഇടിച്ച് പൊളിച്ച് കളയേണ്ടുന്ന ഒരു കുടിലിന്റെ ചോർന്നൊലിക്കുന്ന, മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ഒരു ഓർമ്മയാണ്. ഒരു 10-15 പേര് ഒറ്റ മുറിയിൽ കിടന്നുറങ്ങുന്ന ഒരു വല്ലാത്ത കെട്ടകാലത്തിന്റെ ഓർമ്മയാണ് അവർക്ക് തറവാട് എന്ന വാക്ക് പോലും. അതുപോലെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ കൃഷ്ണകുമാർ, തിരുവനന്തപുരത്തെ നടൻ കൃഷ്ണകുമാറും ഒക്കെ പറഞ്ഞ വളരെ കുളിര് കോരുന്ന ഒരു ഓർമ്മ അവർ ഷെയർ ചെയ്യുകയുണ്ടായി. അവരുടെ മുറ്റങ്ങളിൽ വന്ന് കുഴി കുത്തി
കഞ്ഞി കുടിച്ചിരുന്ന മനുഷ്യരെ കാണുന്നതിൻ്റെയൊക്കെ ഒരു വളരെ നൊസ്റ്റാൾജിയ കലർന്ന കുളിര് കോരുന്ന ഓർമ്മ അവതരിപ്പിച്ചുള്ളൂ. എന്നാൽ അത് അനുഭവിക്കേണ്ടി വന്ന അവരുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണീരും ഉപ്പും ചോരയും കലർന്ന് തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന പൊള്ളുന്ന കഞ്ഞിയുടെ ജീവിതാനുഭവങ്ങളാണ്. അതൊന്നും പകരം വയ്ക്കാൻ പറ്റില്ല. അതൊന്നും പക്ഷേ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ.